ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഇത് ഞാൻ പാർട്ടായിട്ട് ഇടത്തുള്ളൂ, കാരണം കുറച്ചധികമുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ എണീച്ച് അച്ഛനാണ് എൻ്റെ വീട്ടിൽ ചായ ഇടുന്ന ആൾ. അപ്പോൾ അച്ഛൻ ഇട്ട് വെച്ച ചായ തണുത്താലും ചായ പിന്നെ എനിക്ക് ചൂടാക്കി കുടിക്കണമെന്നൊന്നുമില്ല, തണുത്ത ചായ എനിക്കിഷ്ടം. ആ ചായ എടുത്ത് നേരെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ച് ചായക്കപ്പൊക്കെ തേച്ച് അമ്മയുടെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ അവിടുത്തെ ചെടികളെല്ലാം നോക്കാൻ പോയി. ഈ ചെടി ഞാൻ നട്ടതല്ല, പക്ഷേ ഈ വീട്ടിൽ നിൽക്കുന്ന ഭൂരിഭാഗം ചെടികൾ എൻ്റെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചെടികളൊക്കെ ഞാൻ നട്ട സമയത്ത് ഇതിനൊന്നും കിളിക്കണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇപ്പോഴാണ് ആ ചെടിയെല്ലാം കിളിച്ചിരിക്കുന്നത്. പിന്നെ വാഴയെല്ലാം അച്ഛൻ കൃഷി ചെയ്തിട്ടേക്കുന്നത്, അതിനകത്തൊന്നും നമുക്കൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ മാങ്ങയുണ്ട്, അതിനെയൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ നടക്കും. അതിൻ്റെ മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ഇതെൻ്റെ കടലാസ് ചെടിയാണ്, ഞാൻ നട്ട് വെച്ചതാണ്. ഒരു 2-3 വർഷമായിട്ട് ഇപ്പോഴാണ് അത് ഭയങ്കര മറ്റേ കാട് പോലെ വളർന്ന് ഇഷ്ടം പോലെ പൂ പിടിക്കാൻ തുടങ്ങിയത്. ഇതിനകത്ത് പിന്നെ ഇതൊക്കെ ഞാൻ പോയതിന് ശേഷം കിളിച്ചത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, നല്ലപോലെ കിളിച്ച്. ഞാൻ വെച്ചിട്ട് പോയി 3 വർഷം കൊണ്ട് അവർ കിളിച്ച് കയറിയതായിരിക്കും. പിന്നെ അച്ഛൻ വളവിട്ട് കാണും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിരിക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ്. ഇത് മേളിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് പനിനീർ റോസ. ഇത് ഞാൻ നട്ടയാണോ അമ്മ നട്ടയാണോ? അമ്മയുടെയാണെന്ന് തോന്നുന്നു, സോറി ഗൈസ്. ഇത് അമ്മയുടെയാണ്. മിക്ക ദിവസങ്ങളിലും പൂവാണ്. പിന്നെ ഇത് അച്ഛമ്മയുടെ വീട്ടിലേക്ക് ഉണ്ടാണ്ടനാണ്. അവൻ രാവിലെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. അവനെ കുറച്ച് നേരം കളിപ്പിച്ച് അവനെ വിട്ട് അതിനുശേഷം ഞാൻ പിന്നെയും നടന്ന് ചെടി നോക്കാം. ഈ ചെടിയൊക്കെ നോക്കുന്ന സമയത്ത് അവനും എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി നടന്ന്. ഇത് ഉണ്ണിയുടെ അമ്മ തന്നു വിട്ടൊരു ആമ്പലായിരുന്നു. ആമ്പൽ തന്നെ. അപ്പോൾ അതിന് ഇവിടെ ഒരു കുളം കണക്കുണ്ടാക്കി അതിനകത്തിട്ടുണ്ട്. പാത്രമാണ് അതിനകത്തിട്ടുണ്ട്. പിന്നെ ഞാനത് കുറച്ച് മീനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഉണ്ണിയുടെ അമ്മ തന്നു വിട്ട ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ആ ചെടിയുടെ ഇലയ്ക്ക് എന്തോ പറ്റി അത് ഉണങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്നു. പൂ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഉണങ്ങിപ്പൊക്കൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ ഈ ഒരു പേരമരമുണ്ട്. ആ പേരമരത്തിനകത്തോട്ട് നോക്കി തൊട്ടപ്പുറത്ത് ഇതും ഉണ്ണിയുടെ അമ്മ തന്നു വിട്ടതാണ്. ഈ വീട്ടിലെ ചെടിയെല്ലാം ഉണ്ണിയുടെ അമ്മ തന്നു വിട്ടതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ചെടി എനിക്ക് അപ്പുറത്ത് വീട്ടിലെ ലീല ആൻറ്റി തന്നു വിട്ടതാണ്. ആ കളർ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ആൻറ്റി അടുത്ത് ചോദിച്ചപ്പോൾ ആൻറ്റി തന്നതാണ്. പിന്നെ ഈ പനിക്കൂർക്കയൊക്കെ തന്നെ കിളിച്ചത് ഇതും ഉണ്ണിയുടെ അമ്മ വാങ്ങിച്ച് തന്നു വിട്ടതാണ്. അപ്പുറത്ത് ഇനി ഒരു നെല്ലിമരമുണ്ട്. ആ നെല്ലിമരം ഉണ്ണിയുടെ അമ്മ വാങ്ങിച്ച് തന്നു വിട്ടതാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഉണ്ണിയുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലെന്ന് തോന്നും. ഇത് കഴിഞ്ഞിട്ട് ഇത് പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ വീട്ടിലെ സ്വന്തം മരമാണ്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇത് മറ്റേ കുടംപുളിയുടെ മരമാണ്. ഈ വർഷം പുളി പിടിച്ചില്ല എന്നമ്മ പറയുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ടുള്ളതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തിരിക്കുന്ന കൃഷിയാണ്. അപ്പോൾ അവിടോട്ട് രാവിലെ ഇറങ്ങിയാൽ കൊല്ലും, അതുകൊണ്ട് ഇറങ്ങിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ അയ്യത്തിൻ്റെ അങ്ങറ്റമൊക്കെ പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ച് എണ്ണ കാച്ചുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയി കുറേ നേരം എണ്ണ കാച്ചുന്ന നോക്കി നിന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കാണുന്നവരേക്കും ബൈ.